പത്തനംതിട്ടയിലെ യുവദമ്പതികളുടെ ക്രൂരത ഞെട്ടലോടെയാണ് പുറം ലോകമറിഞ്ഞത്. കോയിപ്രം ആന്താലിമണ്ണിലാണ് ഹണി ട്രാപ്പിൽ കുടുക്കി ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവതികളെ ദമ്പതികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. കെട്ടിത്തൂക്കി സ്വകാര്യ ഭാഗങ്ങളിൽ സ്റ്റാപ്ലെയർ അടിച്ചും നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റിയുമായിരുന്നു പീഡനമെന്ന് യുവാക്കൾ പറഞ്ഞു. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മി എന്നിവരെ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മർദ്ദനമേറ്റ രണ്ട് യുവാക്കളും രശ്മിയുമായി സെക്സ് ചാറ്റ് നടത്തിയിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. യുവാക്കൾക്ക് രശ്മിയുമായുള്ള ബന്ധം മനസ്സിലാക്കിയ ജയേഷ് ഇരുവരെയും തന്ത്രപൂർവ്വം തിരുവോണ ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ആഭിചാരം ചെയ്യുന്ന തരത്തിൽ തുടങ്ങി ക്രൂരമായി മർദ്ദിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കാനും യുവാക്കളെ നിർബന്ധിച്ചു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും ഫോണും ദമ്പതികൾ തട്ടിയെടുക്കുകയും ചെയ്തു. ദമ്പതികളുടെ വീടും വളരെയേറെ ദുരൂഹത നിറഞ്ഞതാണ്. സിമന്റ് കട്ടയിൽ തീർത്ത ആസ്ബറ്റോസ് ഷീറ്റിട്ട 2 മുറികളുള്ള വീട്ടിലാണ് ഇരുവരും കുടുംബസമേതം താമസിച്ചിരുന്നത്. പുറത്തേക്കുള്ള 2 വാതിലിനും പൂട്ടുകളില്ല. കിടപ്പുമുറിയിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള നിലയിൽ ഒരു CCTV പ്രധാന വാതിലിന് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജയേഷ് നേരത്തെ കുറച്ചുനാൾ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തിരുന്നത്. ഭാര്യ ചെട്ടിമുക്കിന് സമീപമുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു. കുട്ടികളെ അയൽപ്പക്കങ്ങളിൽ വിടാറില്ല. അവരുമായിട്ട് സംസാരിക്കുന്നത് പോലും ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടവുമായിരുന്നില്ല. സമീപത്തുള്ള വീടിനേക്കാൾ 10 അടി താഴ്ചയിലാണ് ഇവരുടെ വീട്. ഇവരുടെ വീട്ടിലേക്കുള്ള അയൽപ്പക്കക്കാരുടെ കാഴ്ച മറയ്ക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് ഷീറ്റ് വീടിനു ചുറ്റും വലിച്ചു കെട്ടിയിട്ടുണ്ട്. യുവാക്കളെ മർദ്ദിക്കുന്ന സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ജയേഷിന്റെ രഹസ്യ ഫോൾഡറിലാണുള്ളത്. എന്നാൽ ഇതിന്റെ പാസ്വേഡ് നൽകാൻ ജയേഷ് ഇതുവരെ തയ്യാറായിട്ടില്ല. കൂടുതൽ തവണ തെറ്റായി പാസ്വേഡ് അടിച്ചാൽ രഹസ്യ ഫോൾഡറിലുള്ള എല്ലാ വിവരങ്ങളും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് തന്നെ പാസ്വേഡ് വീണ്ടെടുക്കുന്നതിനായുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണ്. ഈ ഫോൾഡർ തുറന്നാൽ മാത്രമേ ദമ്പതികൾ കൂടുതൽ പേരെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. കൂടുതൽ പേരെ പീഡനത്തിനിരയാക്കിയോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോൺ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്വേഡ് ലഭിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യങ്ങളിൽ ഒന്നാണ്. പ്രാഥമിക പരിശോധനയിൽ രശ്മിയുടെ ഫോണിൽ നിന്ന് മാത്രമേ ദൃശ്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ.